അമേരിക്ക കീഴടങ്ങണമെന്നും അമേരിക്ക പശ്ചിമേഷ്യൻ മേഖല വിട്ടുപോകണമെന്നും ആക്രമിച്ചാൽ കനത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനെ സഹായിക്കുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ഇതുവരെ ഇല്ലാത്ത വിധം ശക്തമായ സാമ്പത്തിക യുദ്ധം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ കുതിച്ചുയർന്ന കടത്തിൽ നിന്നും പലിശ നിരക്കിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. പരാജയപ്പെട്ട നയങ്ങൾ വീണ്ടും നടപ്പിലാക്കുന്നത് അമേരിക്കയെ കൂടുതൽ പരാജയങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ. യുഎസിന്റെ സാമ്പത്തിക ഭീകരവാദം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ഭീഷണിയാണ് എന്നുകൂടി അബ്ബാസ് അരാക്ചി എക്സിൽ പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധ പങ്കാളികളായി കണക്കാക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ കരസേനാ മേധാവിയും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണ ഭീഷണി നടത്തുകയാണ് ഇറാൻ. അമേരിക്കൻ സൈന്യത്തിന് ഭാഗമാകുകയോ സൈന്യത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം നൽകുകയോ ചെയ്താൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യം ചെയ്യുന്നതും കുറ്റകരമാണ് എന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇനിയൊരു അറിയിപ്പില്ലാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ മിസൈലുകൾ വീഴും എന്ന ഭീഷണിയല്ലേ ശരിക്കും ഇറാൻ മുഴക്കിയിരിക്കുന്നത്? അമേരിക്ക കൊടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്രയ്ക്ക് ഫലവത്താകാത്ത അവസ്ഥയിൽ അമേരിക്കയോട് ഇറാനെ ആക്രമിക്കരുത് എന്ന് പറയുമോ ഇനി ഗൾഫ് രാജ്യങ്ങൾ? ഒപ്പം ഇതുവരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച ഇറാൻ ഇനി എണ്ണ റിഫൈനറികളെയും ജനവാസ കേന്ദ്രങ്ങളെയും ആക്രമിക്കുമെന്ന ഭീതി ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടാകില്ലേ? എപ്പോഴും യുദ്ധം ആണെങ്കിൽ പോലും ചില ലക്ഷ്മണ രേഖകളുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യില്ല, എത്ര കടുത്ത യുദ്ധമാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഉദാഹരണം അറബി ഇസ്ലാമിക രാജ്യങ്ങൾ, പ്രത്യേകിച്ചും GCC മേഖലയിലെ ഗൾഫ് രാജ്യങ്ങൾ. ആ രാജ്യങ്ങളുടെ എണ്ണ റിഫൈനറികൾക്ക് മേലെ ഇറാൻ മിസൈലുകൾ പതിക്കില്ല. ഇതാണ് അവരുടെ വിശ്വാസം. കാര്യമായ ആക്രമണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. വഴിതെറ്റി വന്ന മിസൈലുകളോ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ വീണ മിസൈലുകളുടെ ഭാഗങ്ങളേറ്റ നാശനഷ്ടങ്ങളോ അല്ലാതെ എണ്ണ റിഫൈനറികൾക്ക് നേരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയതായി അറിയില്ല. ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരുന്നു, സൗദി അറേബ്യയിലെ അറാംകോയുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നു എന്നത് ഇത്തരത്തിൽ വിസ്മരിക്കുന്നതുമില്ല. പക്ഷേ ഇറാൻ നേരിട്ട് സോഫ്റ്റ് ടാർഗറ്റ്സ് എന്ന് പറയാവുന്ന വ്യവസായശാലകൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങൾ, പ്രകൃതിവാതക പാടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇക്കണോമിക് ഹബ്, ടൂറിസം ഹബ്ബുകൾ, ഹോട്ടലുകൾ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ, ഇതെല്ലാം തന്നെ കാര്യമായ പ്രതിരോധം ഒരുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള മേഖലകളാണ്. സേനാ താവളങ്ങൾ ഉറപ്പായി ഹൈ സെക്യൂരിറ്റി സോൺസ് ആണ്. ഈ ഏറിയൽ ഡിഫൻസ് ബാറ്ററീസിൻ്റെ വലിയ ഒരു ഭാഗം വിന്യസിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള താവളങ്ങൾക്ക് ചുറ്റുമാണ്. കാരണം ഖത്തറിലെ അൽ ഉദൈദ് വ്യോമ താവളം അമേരിക്കയുടെ സെൻറ്റ്കോമിൻ്റെ ആസ്ഥാനമാണ്. ഏറ്റവും അധികം തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഉറപ്പായി ഇറാൻ ആക്രമണം നടത്തുമെന്നറിയാം. ആക്രമണം നടത്തുകയും ചെയ്തു പല ആവർത്തി. അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായി കാണാം, പക്ഷേ അതിൻ്റെ തോത് പുറത്തു വരുന്നതുമില്ല. ഇന്റർസെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് താഡ് മിസൈലുകളും പേട്രിയോട്ട് മിസൈലുകളും വലിയ തോതിലാണ് വിന്യസിച്ചത്. അത് ഓൺ ഡിഫൻസിന് വേണ്ടിയാണ്, ഖത്തറിനെ സംരക്ഷിക്കാനല്ല, മറിച്ച് അമേരിക്കൻ താവളങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഡിഫൻസ് സംവിധാനം. പക്ഷെ അതിന് പുറത്തും ഒരു ഖത്തറുണ്ട്, ചെറിയ രാജ്യമാണ്. ബഹ്റൈൻ വളരെ ചെറിയ രാജ്യമാണ്. ബഹ്റൈനിലാണ് 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം. അപ്പം നാവിക ആസ്ഥാനം മനാമയിലാണ്, ബഹ്റൈനിലെ മനാമയിലാണ്. അപ്പോൾ അവിടേക്ക് ആക്രമണം ഉണ്ടായി. ബഹ്റൈൻ എന്ന ചെറിയ രാജ്യം എത്രയോ പ്രാവശ്യമാണ്, എനിക്കൊന്ന് ഈ ഏരിയ വെച്ച് നോക്കിയാൽ ശതമാനക്കണക്കിൽ ഏറ്റവും അധികം താടനം ഏറ്റുവാങ്ങേണ്ടി വന്നത് കുവൈറ്റും ബഹ്റൈനുമാണ്. സൗദി അറേബ്യ കുറച്ചുകൂടി വലിയ രാജ്യമാണ്. അവിടെ കുറച്ചുകൂടി ഏരിയ ഉള്ളത് കൊണ്ട് ആക്രമണത്തിൻ്റെ ആ ഒരു വിഡ്ത്ത് കുറച്ചുകൂടി കുറഞ്ഞതായി തോന്നാം. പക്ഷേ അങ്ങനെയല്ല ബഹ്റൈൻ. പക്ഷെ ബഹ്റൈനിലും യഥാർത്ഥത്തിൽ ആക്രമണം നടന്നതെല്ലാം തന്നെ അമേരിക്കൻ ബേസിന് നേരെയാണ്. അപ്പം ആ ഒരു രീതിശാസ്ത്രം വെച്ച് നോക്കിയാൽ കുവൈറ്റിൽ നിരന്തരം ആക്രമണം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ആകെ കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് നേരെ ആക്രമണം സംഭവിച്ചത് ഒഴിച്ചു നിർത്തിയാൽ പ്രധാനപ്പെട്ട ആക്രമണങ്ങളെല്ലാം തന്നെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. അപ്പോൾ അമേരിക്കൻ കേന്ദ്രങ്ങളെ പ്രതിരോധിക്കാനായി മിസൈലുകളുടെ നല്ല പങ്കും ഓൾറെഡി ഉപയോഗിച്ച് തീർത്തു. ഇപ്പോൾ
അപ്രഖ്യാപിത വെടിനിർത്തലിൻ്റെ കാലമാണ്. 2 മാസം, അതായത് 60 ദിവസം പ്രഖ്യാപിത വെടിനിർത്തൽ ഉണ്ടായി. പക്ഷേ ആ വെടിനിർത്തൽ പലയാവർത്തി ലംഘിക്കപ്പെട്ടു. ഇറാനിൽ അമേരിക്ക നിരന്തരം ഇറാൻ്റെ തെക്കൻ നഗരങ്ങളിൽ ആക്രമണം നടത്തി എന്നത് നമ്മൾ ഓർക്കണം. പക്ഷേ ഇപ്പോൾ വെടിനിർത്തൽ ഇല്ല എന്നോർക്കണം. അപ്പോഴും ഇറാനെ നേരിട്ട് അമേരിക്ക ആക്രമിക്കുന്നില്ല. പക്ഷേ ഏത് നേരവും ആക്രമണം പുനരാരംഭിക്കാം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയ്ക്ക് ആവനാഴിയിൽ അസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ, പ്രതിരോധ മിസൈലുകൾ, ആക്രമണ മിസൈലുകൾ എല്ലാം തന്നെ ഭീതിതമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടൊരു താൽക്കാലിക വിരാമം ആവശ്യമാണ്. ഒന്ന് ലോങ് ബ്രത്ത് എടുക്കുക എന്നത് അമേരിക്കയുടെ ഒരു ആവശ്യമായി വന്നിരിക്കുന്നു. ഇതെല്ലാം കണ്ട് പകച്ചു നിൽക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇനി നോക്കൂ, ഇനി ആ ചോദ്യത്തിൻ്റെ കോറിലേക്ക് വരാം, കാമ്പിലേക്ക് വരാം. ചോദിച്ചത് എന്താണ്? ഗൾഫ് രാജ്യങ്ങൾ ഇതൊരു ബാധ്യതയായി കാണില്ലേ? കാണുമല്ലോ. ഇത് തന്നെയാണ് ഇറാൻ പ്ലാൻ ചെയ്തത്. ഇറാൻ 2 സ്ട്രാറ്റജിക് നീക്കങ്ങളാണ് ഇതുവരെ നടത്തിയത്. ആ രണ്ടും തന്നെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതുമാണ്. തന്ത്രപരമെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിതമാണ്. പക്ഷെ ഇറാൻ തന്ത്രപരമായ നീക്കമാണെങ്കിൽ പോലും സൂചന നേരത്തെ തന്നു. ഇത് ഇവിടെ മാത്രം നിൽക്കില്ല. തങ്ങളെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉള്ള അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കും. ഒരു പടി കടന്നാൽ ആ താവളങ്ങൾക്ക് പുറത്തും നിങ്ങളുടെ രാജ്യത്തെ പ്രദേശങ്ങളുണ്ട് എന്ന് ഓർമ്മയുണ്ടാവണം. ഇതാണ് ഇറാൻ പറഞ്ഞു വെച്ചത്. അതിപ്പോൾ ഒരുപക്ഷെ ഇനി പ്രാവർത്തികമായേക്കാം, അറിയില്ല. അപ്പോൾ മാത്രമേ അതിൻ്റെ ചൂടെല്ലാവരും അറിയൂ. അവിടെയാണ് സോഫ്റ്റ് ടാർഗറ്റ്സ്, അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ ഒക്കെ ജോലി ചെയ്യുന്ന ഗൾഫ് മേഖലയിലെ സാധാരണ ഇടങ്ങൾ, ഒരിക്കലും യുദ്ധം അഫക്റ്റഡ് ആക്കാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു എന്ന് കരുതുക. ഇറാൻ്റെ കരസേനയൊന്നും കയറി ആക്രമിക്കില്ല, കാരണം അവർക്ക് പറ്റില്ലത്. പക്ഷേ മിസൈലുകൾ എവിടെയെങ്കിലും പതിക്കാം. അതെല്ലാം തന്നെ ഒരു വലിയ സാധ്യതയാണ്. അപ്പം ഇത് ഗൾഫ് രാജ്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ഉള്ളിൽ തന്നെ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിൽ വലിയ ചർച്ചകളുണ്ട്. എന്തിനാണിതെല്ലാം? എന്ത് നേടി ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധം കൊണ്ട്? എന്ത് നേടി? അമേരിക്ക വേണമെങ്കിൽ പറയാം, അമേരിക്ക ഈ വലിയ ശക്തിയായി തങ്ങളുണ്ട് എന്ന് ലോകത്തെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ അമേരിക്ക ആയുധങ്ങൾ ഭാവിയിലും വിറ്റഴിക്കണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് കാട്ടണമല്ലോ. ഇതൊക്കെ അമേരിക്കയ്ക്ക് നേട്ടമാണ്. അതുമാത്രമല്ല, എണ്ണയ്ക്ക് മേലുള്ള നിയന്ത്രണം ഗൾഫ് രാജ്യങ്ങൾ മാത്രം കൊണ്ടുപോകേണ്ട, ഞങ്ങൾക്കും എണ്ണയുണ്ട്. എണ്ണ വില വർദ്ധിച്ചാൽ തൽക്കാലത്തേക്ക് തങ്ങളുടെ ഇക്കോണമിയിൽ സ്ട്രെയിൻ ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായി എണ്ണ വില വർദ്ധിച്ചു നിൽക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാണ്. വെനിസ്വേലൻ എണ്ണ, അമേരിക്കൻ എണ്ണ വിപണിയിൽ ഒഴുക്കാൻ കഴിഞ്ഞാൽ തങ്ങൾക്ക് പല രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിൽ ആടവിശിഷ്ട നിലയിൽ മെച്ചമുണ്ടാകുമെന്ന് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇതൊക്കെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായി വരുന്നു. അതുകൊണ്ടാണ് ഇറാൻ ആദ്യം മുതൽ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്യന്തികമായി യുദ്ധവിരാമം ഉണ്ടാകണമെങ്കിൽ അമേരിക്കയോട് ചർച്ച ചെയ്യുന്നതുകൊണ്ടാവില്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഒത്തുചേർന്ന് അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്തും. ഇപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്കാണ് ഇറാൻ ഇപ്പോൾ. ഇറാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നീക്കം ഒരുപക്ഷെ നടന്നേക്കാം. അങ്ങനെ നടന്നാൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് പറയും, ഇനി ഇത് മതിയാകും. കാരണം ഇപ്പോൾ 40,000-ഓളം ട്രൂപ്സാണ്, അമേരിക്കൻ ട്രൂപ്സാണ് ഉള്ളത്. 40 മുതൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് 50,000 വരെ എത്തി. 40,000 to 50,000 US troops spread in almost 20 different centers. 19-20 താവളങ്ങളാണ് 6 GCC രാജ്യങ്ങളുള്ളത്. അതിന് പുറമെ താവളങ്ങളുണ്ട്. GCCക്ക് പുറത്ത് സിറിയയുണ്ട്, ഇറാഖ് ഉണ്ട്, അതുപോലെ ജോർദാനുണ്ട്. ജോർദാനിലൊക്കെ വലിയ തോതിലാണ് സേനാ വിന്യാസമുള്ളത്. ജോർദാനൊക്കെ അങ്ങ് അമേരിക്കയോട് ചേർന്ന് നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ സ്വന്തം ആളായി അമേരിക്കയോട് ചേർന്ന് നിൽക്കുകയാണ്. അവർക്കത് ചെയ്തേ പറ്റൂ. സ്വന്തമായി ജോർദാൻ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാവില്ല. കാരണം അവർക്ക് എണ്ണ സമ്പത്ത് തുലവും പരിമിതമാണ്. അവർ ഡിപ്പെൻഡൻ്റ് ഇക്കോണമിയാണ്. അതുകൊണ്ട് അമേരിക്ക പറയുന്നതും ഇസ്രായേൽ പറയുന്നതും ഒക്കെ കേട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കാനേ ഒക്കൂ. അതുകൊണ്ടാണ് ജോർദാന് നേരെ ഇറാൻ ആക്രമണം ഘടിപ്പിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് അമേരിക്കൻ വിമാനങ്ങളൊക്കെ തന്നെ വന്ന് ലാൻഡ് ചെയ്യുന്നതും വലിയ തോതിൽ ലാൻഡ് ചെയ്യുന്നത് ഇസ്രായേലാണ്. അമേരിക്കയ്ക്ക് ഇസ്രായേലിനോടും ട്രസ്റ്റ് ചെയ്യാവുന്ന മറ്റൊരു രാജ്യമില്ല. മറ്റൊരു വലിയ സെൻറ്റർ ജോർദാൻ തന്നെയാണ്. അവിടുത്തെ ഏതാണ്ട് എല്ലാ വ്യോമ ഫീൽഡുകളും അമേരിക്കൻ വിമാനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പ്രാക്ടിക്കലി യഥേഷ്ടം അവിടെ വന്നിറങ്ങാം, റീഫ്യൂവലിംഗ് നടത്താം, സോർട്ടീസ് അവിടെ നിന്നും ക്രമീകരിക്കാം. അതെല്ലാം തന്നെ സാധ്യമാകും. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല. അവർക്ക് കുറച്ചുകൂടി
ഒരു കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എടുത്തത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അമേരിക്കൻ കപ്പലുകൾക്ക് അടുക്കാം, അത്യാവശ്യ ഘട്ടത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് പറന്നു വരാം. പക്ഷെ വ്യാപകമായി ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരെയുള്ള നീക്കത്തിന് അമേരിക്കൻ സേനകളെ പൂർണ്ണമായി അങ്ങനെ യഥേഷ്ടം വിഹരിക്കാൻ അനുവദിക്കുന്ന ഒരു നിലപാടല്ല പല ഗൾഫ് രാജ്യങ്ങൾക്കും. അത് UAE കാര്യത്തിലാണെങ്കിലും സൗദിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതും ഇറാൻ കാണുന്നുണ്ട്. പക്ഷേ കള്ളന് കഞ്ഞി വെക്കുന്നവൻ എന്നൊരു പ്രയോഗമുണ്ടല്ലോ. കള്ളനാണ്. കള്ളന് കഞ്ഞിവെക്കുക എന്ന് പറഞ്ഞാൽ അവരെയാണല്ലോ ആദ്യം ഒറ്റപ്പെടുത്തേണ്ടത്. ആ ഒരു രീതിയിലാണ് ഇറാൻ അതിനെ കാണുന്നത്. ഞങ്ങൾ അമേരിക്കയെ തസ്കരന്മാരായി കാണുന്നു. നിങ്ങൾ അമേരിക്കയെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നില്ല, നിങ്ങളുടെ ഒരു വിമാനവും നേരിട്ട് ആക്രമിക്കുന്നില്ല. ആകപ്പാടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സൗദിയുടെ ഭാഗത്തു നിന്നാണ്. അത് ആക്രമിച്ചിട്ടുള്ളത് ഇറാഖിൻ്റെ തെക്കുള്ള ഷിയ മിലീഷ്യകളുടെ ഭാഗത്തു നിന്ന് സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു സിംബോളിക് മറുതന്ത്രം എന്ന നിലയിൽ സൗദി വിമാനങ്ങൾ അവിടെ കടന്നു ചെന്ന് ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അതല്ലാതെ UAEയുടെയോ ഖത്തറിൻ്റെയോ ഒമാൻ്റെയോ സൗദിയുടെയോ കുവൈറ്റിൻ്റെയോ ഒറ്റ യുദ്ധവിമാനം പോലും ഇറാൻ്റെ എയർ സ്പേസിൽ പ്രവേശിക്കുകയോ ആക്രമണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പം അതൊക്കെ സത്യമായിരിക്കെ ഇറാൻ ചെയ്യുന്നത് ശരിയോ എന്ന ധാർമ്മികമായ ചോദ്യമുണ്ട്. അതാണ്, ഇറാനെ ഞങ്ങൾ ആക്രമിച്ചില്ലല്ലോ, അമേരിക്കയ്ക്ക് തങ്ങൾ താവളമൊരുക്കി എന്നത് ശരിയാണ്, പക്ഷെ അതും പരിമിതമായ തോതിൽ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയോ? അപ്പം ഇവിടെയൊക്കെയാണ് ധാർമ്മിക ഇതൊരു ചില മൂല്യങ്ങളുടെ വിഷയമാണ്. അതായത് ഒരു പ്രദേശത്തുള്ള രാജ്യങ്ങൾ നാളെയും കാണേണ്ടവരാണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, അയൽക്കാരെ കുറിച്ച് നമ്മൾ പറയും നാളെയും കാണേണ്ടവരാണ്. തട്ടിമുട്ടിയൊക്കെ ചെറിയ ഡിഫറൻസ് ഒപ്പീനിയനൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ പരിഹരിച്ച് നാളെയും കാണേണ്ടവരാണ്. അന്യദേശത്തുള്ള ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് വേണ്ടി സ്വന്തം അയൽക്കാരെ തള്ളിപ്പറയാൻ ഒരു കാലത്തും ബുദ്ധിയുള്ളവർ തയ്യാറാവില്ല. അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇറാൻ്റെ അഭിപ്രായത്തിൽ സ്വന്തം മുറ്റത്തുള്ള ഇറാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്ക എന്ന അന്യ സംസ്കാരം, അന്യരാജ്യം, കടലുകൾക്ക് 7ാം കടലിനക്കരെയുള്ള അമേരിക്കയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊക്കെ നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന യുക്തിയാണ്. അപ്പം ആ തന്ത്രം യേശുന്നു എന്ന് വേണം കരുതാൻ കുറേയൊക്കെ. മറ്റൊരു തന്ത്രം ഏതാണ്ട് വൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. അതാണ് ഹോർമൂസ്. അതേക്കുറിച്ച് ഏറെ സംസാരിച്ചതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹോർമൂസ് എന്ന പിടിവള്ളി ഇല്ലായിരുന്നെങ്കിൽ ഇറാൻ ഇത്രയും മുന്നോട്ട് പോകാനാവില്ലായിരുന്നു. ഇറാനെ അപ്പോഴും കീഴടക്കാനാവില്ല. പക്ഷേ എങ്കിലും ഇറാൻ ഇപ്പോഴും വിലയുള്ളതും വിലപേശലിന് ഇറാന് കഴിയുന്നതും ഒരു കരാറിലൊക്കെ എത്താൻ ഒന്നുമില്ലെങ്കിൽ അമേരിക്കയുമായി 14 ഇന കരാർ, വെടിനിർത്തൽ കരാറിൽ എത്തി നിൽക്കാൻ ഇറാന് കഴിഞ്ഞത് ഹോർമൂസിന് മേൽ ഒരുതരം നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ്. പൂർണ്ണ നിയന്ത്രണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, കാരണം അതൊക്കെ അർദ്ധോക്തിയിൽ മാത്രമേ നിർത്താനാവൂ. പൂർണ്ണമായി ആർക്കും നിയന്ത്രിക്കാനാവില്ല. പക്ഷേ ഒരു ഭയാശങ്കയുണ്ട്, ഹോർമൂസിൽ ഇറാൻ ഏതറ്റം വരെയും പോകും, അതുകൊണ്ട് സുഗമമായ കപ്പൽ ഗതാഗതം നടക്കില്ല എന്ന ഒരു ചിന്തയുള്ളതുകൊണ്ടാണ്. നാളുകളിലും അതങ്ങനെ തന്നെയാണ്. ഹോർമൂസിൽ ഇറാൻ്റെ പിടി പൂർണ്ണമായി അയഞ്ഞാൽ പിന്നെ ഇറാന് വിലയില്ല. ഇറാൻ പക്ഷെ അവഗണിക്കപ്പെട്ടേക്കാം. ഉപരോധവും ഉണ്ടാകും, അവഗണനയും ഉണ്ടാകും. ഇത് രണ്ടും കൂടി ഒരുപക്ഷെ താങ്ങാനാവില്ല. അതുകൊണ്ട് ഇറാൻ്റെ തന്ത്രങ്ങൾ, അതിൻ്റെ ധാർമ്മികതയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ തന്ത്രങ്ങളുടെ മികവ് വെച്ച് നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതും ഹോർമൂസിൻ്റെ മേൽ നിയന്ത്രണം തുടരുന്നതും ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു പ്ലാനാണ്. ആ പ്ലാൻ നേരത്തെ തന്നെ ചോക്കൗട്ട് ചെയ്തതാണ്. കൃത്യമായി യുദ്ധഭൂമിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനും കഴിഞ്ഞു. അതിനർത്ഥം ഇറാൻ അമേരിക്കയെ അങ്ങ് പരാജയപ്പെടുത്തിയെന്നോ ഇറാൻ ഉദ്ദേശിച്ചതെല്ലാം നടന്നു എന്നോ കരുതാനാവില്ല. കാരണം ഇത് എപ്പോഴും ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നു, എസിമെട്രിക്കൽ വാർഫെയർ ആണിത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ശക്തിയും ഇറാൻ്റെ ശക്തികളും തുലനം ചെയ്യാനാവില്ല. ഇറാൻ ദുർബലമാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു പിന്തുണ പലപ്പോഴും ദുർബലിനോടൊപ്പമാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു കളി നടക്കുമ്പോഴോ മറ്റെന്തെങ്കിലും പോരാട്ടം നടക്കുമ്പോഴും എപ്പോഴും ദൗർബല്യമുള്ള ആൾ അല്ലെങ്കിൽ ദൗർബല്യമുള്ള വിഭാഗം, പക്ഷം ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്കൊരു വാത്സല്യമുണ്ടാകും, ഒരു സ്നേഹമുണ്ടാകും. അതിൽ കവിഞ്ഞ ഒരു താല്പര്യം നമുക്കുണ്ട്. എന്താണ് താല്പര്യം? മലയാളിയുടെ താല്പര്യം എന്താണ്? മലയാളിയെ സംബന്ധിച്ചിടത്തോളം നാളുകളുടെ സ്വപ്നങ്ങൾ, ഇന്നത്തെ സ്വപ്നവും നാളുകളുടെ സ്വപ്നങ്ങളും പൂവണിയുന്നതിന് മധ്യപൗരസ്ത്യ പ്രദേശം ശാന്തമായിരിക്കണം. നമുക്കെല്ലാം ശാന്തമായി ചിന്തിച്ചാൽ മനസ്സിലാകും, ആ പ്രദേശത്തെ അന്യശക്തികൾ, അമേരിക്ക പോലെയുള്ള അന്യശക്തികൾ പവർ പൊളിറ്റിക്സിന് വേണ്ടി നീങ്ങി വരുമ്പോൾ
അത് തുടർന്നും അശാന്തമാകും. നമ്മുടെ അടുത്ത തലമുറകൾക്ക് പോലും രക്ഷപ്പെടണമെങ്കിൽ അവിടെ ഉള്ള ശക്തികൾ പരസ്പരം, അത് ഇറാനും സൗദി അറേബ്യയും, ഇറാനും ഒമാനും, ഇറാനും UAEയും, ഇറാനും ഖത്തറും ഒമാനും ഒക്കെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അതുമാത്രമല്ല, ഇറാനും ഇസ്രായേലും തമ്മിലും പരസ്പര സഹകരണത്തോടെ ആത്യന്തികമായി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും ലോജിക്കൽ കാര്യം. അവിടെ ബാഹ്യശക്തികൾക്ക് സ്ഥാനമില്ല എന്ന് ഇറാൻ പറയുമ്പോൾ അതിനൊരു വില കൊടുക്കേണ്ടതുണ്ട്. നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ അതിനൊരു വില കൊടുക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തോടു കൂടി അവസാനിപ്പിക്കട്ടെ.